ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സുഖമല്ലേ? ഞങ്ങളും ദൈവകൃപയാൽ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു ബനാന ബട്ടർ സ്കോച്ച് ബ്രെഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബട്ടർ സ്കോച്ച് ബനാന കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതുപോലെ 2 പഴം, പഴുത്ത 2 റോബസ്റ്റ പഴം, പിന്നെ വേണ്ടത് ബട്ടർ സ്കോച്ച്. ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് എന്തൊക്കെ വേണമെന്ന് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട, 75 ഗ്രാം പഞ്ചസാര, 5 ഗ്രാം ബേക്കിംഗ് പൗഡർ, 5 ഗ്രാം ബേക്കിംഗ് സോഡ, 140 ഗ്രാം മൈദ ഓൾ പർപ്പസ്, 75 ഗ്രാം ഓയിൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും എടുക്കുക, വെളിച്ചെണ്ണ ഒഴികെ. ഒരൽപ്പം വനില്ല. പിന്നെ നമുക്ക് വേണ്ടത് 150 ഗ്രാം കട്ടത്തൈരാണ്, പുളിയില്ലാത്ത കട്ടത്തൈര്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മുട്ടയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ 75 ഗ്രാം ഓയിലും ചേർക്കുന്നുണ്ട്. ഞാനിതൊന്ന് നന്നായി പതപ്പിച്ചെടുക്കണം. മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുക്കണം. ഇനി നമുക്ക് ഈ ബനാന ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഞാൻ സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്നും ഇട്ടടിക്കണ്ട. നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ മിക്സിയിലിട്ട് അടിച്ച് വളരെ നൈസാക്കി എടുക്കരുത്. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ബനാന പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കറുത്ത് പോകും. നമുക്ക് ഈ മൈദ ഈ മുട്ട മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വീതം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും പെട്ടെന്ന്. ഇനി ഇത് മിക്സിയിലോ ബ്ലെൻഡർ കൊണ്ടോ ഒന്നും മിക്സ് ചെയ്യണ്ട. നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ബട്ടർ സ്കോച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണിത്: 75 ഗ്രാം ബട്ടർ, 75 ഗ്രാം പഞ്ചസാര, 250 ml പാല്. കട്ടിയുള്ള പാലായിരിക്കണം. അപ്പം നമുക്കിതുകൊണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ ഒരു പാത്രത്തിലേക്ക് 75 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കണ്ട. നമ്മുടെ പഞ്ചസാര കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്, പതിയെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് മുഴുവൻ അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം മാത്രം ബട്ടർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ക്രിസ്റ്റൽ പോലെയാവും. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബട്ടർ സ്കോച്ച് മിഠായി ഉണ്ടാക്കാനും ബട്ടർ സ്കോച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അത്രയും സമയത്ത് വേണ്ട. അപ്പോൾ ബട്ടറും പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പാല് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഉരുക്കിയിടുക. നമുക്ക് ഈ പാകത്തിലാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഇത് ഒരുപാട് കട്ടയാകണ്ട, നമുക്ക് ക്രീമാക്കി എടുക്കണ്ട. ഇതുപോലെ ലൂസായിട്ടിരുന്നാൽ മതി. ഈ കാണുന്ന ഭാഗത്തിൽ ലൂസായിട്ടിരുന്നാൽ മതി. അപ്പം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കട്ടയായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബനാനയും തൈരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം വാനില എസൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണെങ്കിൽ അത് മതി. ഇവിടെ ഈ ഇങ്ങനെ കവറിലാണ് വന്നത് കിട്ടിയത്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇത് 5 ഗ്രാം വീതമാണ്. 5 ഗ്രാം ബേക്കിംഗ് സോഡ, 5 ഗ്രാം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഞാനപ്പോൾ ഇതും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് നമുക്ക് ഓവനിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടുണ്ട്. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ച് നോക്കാം. നമ്മുടെ ബനാന ബട്ടർ സ്കോച്ച് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു കഷ്ണം മുറിച്ച് നോക്കണം.
വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം വളരെ സോഫ്റ്റാണെന്ന്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം.